ഹേ ഗൈസ്, അപ്പോൾ ഊട്ടി ട്രിപ്പിൻ്റെ എപ്പിസോഡ് 3. ഇപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നിട്ടുള്ളത് ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും. അതാണ് ചോക്ലേറ്റ് ഫാക്ടറി. പിന്നെ ഊട്ടിക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ആ ഒരു അടിപൊളി വ്യൂ അത് ഞങ്ങൾ കണ്ടു കേട്ടോ. അടിപൊളിയാണ്, നല്ല കാറ്റാണ് കുന്നത്ത് നിന്നിട്ടുണ്ടെങ്കിൽ. സെറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ കുറേ അഡ്വഞ്ചർ ആയിട്ടുള്ള റൈഡുകളുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ ടീ ഫാക്ടറിൻ്റെ ഉള്ളിലേക്കാണ് ഫസ്റ്റ് കയറുന്നത്. കുറച്ച് സ്റ്റെപ്പ് കയറാണ്ട് ആ അറ്റത്ത് നിന്നിട്ടുള്ള വ്യൂ അത് അടിപൊളിയാണ്. ഞങ്ങൾക്ക് മിസ്സായി, അവിടെ പോയി നിൽക്കാനുള്ള ടൈം കിട്ടിയില്ല. അങ്ങനെ കുറേ സ്റ്റെപ്പ് ഉണ്ട്, അത് മൊത്തം കയറി വന്നിട്ട് വേണം ടീ ഫാക്ടറി. ഭയങ്കര റൂൾസൊക്കെയാണ് അവിടെ കയറാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കറങ്ങി അടിച്ച് വരണം, അത്ര വലിയ റൂളാണ്. പിന്നെ ഈ ടീയുടെ ഫുൾ ഹിസ്റ്ററി ഇതേപോലെ ബോർഡാക്കിയിട്ട് 2 ലൈൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തും ഇതേപോലെ തന്നെയാണ്. പിന്നെ കുറേ തേയിലയുടെ ഇല നിറച്ച് കൂട്ടിയിട്ടുണ്ട്. അത് കൊടുന്നൊരു മെഷീന് തട്ടിന്. ഇതെങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല, കണ്ടങ്ങോട്ട് മനസ്സിലാക്കുക. അങ്ങനെ അത് അരക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പല രീതിക്ക് അവിടെ ചെന്നാകുമ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഈ ചായപ്പൊടി വരുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം. കാരണം ഇവിടെ അതിനൊരു വിലയില്ല. അത്രയും കഷ്ടപ്പെട്ടിട്ട് ഓരോ ഇതിൽ നിന്നും ഇങ്ങനെ ഇതായിട്ട് വരണ്ടേ. എത്ര പോലെ മെഷീനായി, എന്തൊക്കെയാണ് ഇട്ട് കാട്ടണ്. ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല. എത്രയൊക്കെ കഷ്ടപ്പാടുണ്ട് ഈ ചായക്ക് എന്നുള്ളത്. എന്നിട്ടാണ് നമ്മുടെ നാട്ടിൽ വെറും 10 രൂപയ്ക്ക് ചായക്ക് വാങ്ങണം. അങ്ങനെ ഫുള്ള് കഷ്ടപ്പാടിനൊടുവിൽ കുറേ ചായകൾ നേരത്തെ ചായക്ക് വന്ന് വിൽക്കുകയാണ്. ഫസ്റ്റ് ചായക്കൊക്കെ മിക്കവാറും ഗൾഫിലേക്കാരും ബാക്കിലാവും നമുക്ക്. പിന്നെ അവിടുന്ന് നല്ലൊരു അടിപൊളി ചായ കിട്ടി. സെറ്റ് അടിപൊളി ചായ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നുന്നു. ഇനി അത് വാങ്ങാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. അവിടെ കുറേ ഷോപ്പ് ഉണ്ടായിരുന്നു ഈ ചായപ്പൊടി വാങ്ങാൻ വേണ്ടിയിട്ടുള്ള. അങ്ങനെ അവിടെ നിന്നൊന്നും ചായപ്പൊടിയായി കാരണം വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളൊക്കെ അവിടെ നിന്ന് പോകുന്നു. പിന്നെ അമ്മൊക്കെ ബാക്കിലായിരുന്നു, വെയിറ്റിങ്ങിലായിരുന്നു. പിന്നെ പറയാൻ മറന്നുപോയി, ഈ ബെൽറ്റ് ഇത് കയ്യിറുമ്പാടാൻ വേണ്ടിയിട്ട് കയറുമ്പോൾ തന്നാണ് കേട്ടോ. നെക്സ്റ്റ് പോകുന്നത് ചോക്ലേറ്റ് ഫാക്ടറിക്കാണ്. കയറിയ പാടന്നെ ആ 3 ഉണ്ടതാ അതേപോലത്തെ 3 തന്ന്. പിന്നെ ടീ ഫാക്ടറി പോലെ ഫുള്ളായിട്ടൊന്നും കാണിച്ചു തന്നിട്ടില്ല ഈ ചോക്ലേറ്റ് ഫാക്ടറി. ജസ്റ്റ് എന്തൊക്കെയൊക്കെ ഉണ്ട് കറങ്ങണമെന്നും മനസ്സിലായില്ല. പിന്നെ അവിടെ ഉണ്ടായിരുന്നു ഇതേപോലെ കുറേ ഷോപ്പ്, അത് ഈ 3 വാങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ അവിടുന്ന് ഇറങ്ങിയാകുമ്പോൾ ഫുള്ള് ഈ ക്യാപ്പ്, ജാക്കറ്റ് അങ്ങനെ പലതും ഒട്ടുക്കത്തെ കത്തുന്ന റേറ്റാണ്. എന്നിട്ട് എന്താണ് അവ ഇത്രയും പേര് അവിടുന്ന് വാങ്ങണത്. പിന്നെ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഈ കുതിരനെ കുറേ നേരമായിട്ട് വെറുപ്പിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി നെക്സ്റ്റ് പോകുന്നത് ലഞ്ച് കഴിക്കാനാണ്. ഒരു പേരൊന്നുമില്ലാത്ത റെസ്റ്റോറൻറ്റ്. അവിടെ പോയായിരുന്നു, ഞാൻ പേര് കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ ഓർഡറൊക്കെ കൊടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ കഴിച്ചത് നെയ്ച്ചോറും ചിക്കൻ കറിയുമാണേ. പിന്നെ അച്ചാർ അടിപൊളിയായിരുന്നു. കുഴപ്പമില്ല എന്ന് പറയാം. സലാഡ് അടിപൊളി കറിയൊക്കെ ആയിരുന്നു. കുഴപ്പമില്ലാത്ത ഭക്ഷണം. തമിഴ്നാട്ടിൽ നിന്ന് നല്ല ഫുഡ് ഇട്ടുണ്ടെങ്കിൽ അത് അത്ഭുതമല്ലേ. ഞങ്ങൾ കഴിച്ച് ഇതുവരെയുള്ളതൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ.